ഇവിടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വലിയൊരു കത്തീഡ്രലാണത്. ഇതാണ് എൻ്റെ ഓൾട്ടറാണ് കാണുന്നത്. 4 വശത്തൊന്നും കുർബാനകളെന്ന രീതിയിലാണ് ഓൾട്ടർ സംവിധാനം ചെയ്തിരിക്കുന്നത്. വലിയ കത്തീഡ്രലിൻ്റെ മൊത്തം ബിഗ് കത്തീഡ്രൽ. ഗ്രിഡ് വർക്കാണ്. മ്യൂസിയം ഓപ്പൺ അല്ല കേട്ടോ. പണ്ട് ഈ ലോകം മുഴുവൻ ക്രിസ്ത്യാനികളായിരുന്നു. യേശു വന്നതിന് ശേഷം അന്ന് ഒരു ഭയങ്കര റിലീജിയസ് ആയിരുന്നു. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. ബെൽജിയം ചോക്ലേറ്റ് ഫാക്ടറിയാണ്. ഇറ്റ്സ് നോട്ട് വർക്കിംഗ് നൗ. It's how they make chocolate. ഇത് ബെൽജിയം ബ്രസൽസ് തെരുവുകളിൽ കൂടെ ഞങ്ങൾ നടക്കുന്ന കേട്ടോ. കുറേ ഇന്ത്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരൊക്കെ ടൂറിന് വന്നിട്ടുണ്ട്. ആയിട്ടുള്ള ബ്രസൽസിലെ ബ്രച്ചിൽസ് ബെൽജിയത്തിലെ സ്റ്റാച്ചു. ഇന്ന് ഗ്രാജുവേഷൻ പ്രമാണിച്ച് ആ സ്റ്റാച്ചുവിനെ പിടിച്ചേക്കുന്നതാണ്. ഒരു ഫൗണ്ടനാണത്. ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. രണ്ടനായി പോലത്തെ ഒരു സംഗതിയാണ് കേട്ടോ ഇതും. അപ്പം ഞങ്ങളൊക്കെ ഇതിലെല്ലാം കയറാൻ റെഡിയായി ഇങ്ങനെ നിൽക്കുവാണ്. നല്ലൊരു ഓൾ സിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. ഞങ്ങൾ ഇതിൻ്റെ തൊട്ട് കയറാൻ വേണ്ടിട്ടാ. Three circles, that's good. Thank you. അങ്ങനെ ഞങ്ങൾ ഇതിൽ കയറി കേട്ടോ. ഒരാൾക്ക് 10 euro ആണ്. ഇതാണ് ലണ്ടനയുടെ ടോപ്പിലെത്തി ഞങ്ങൾ. നല്ല വ്യൂ ആണ്. ഓൾ ലണ്ടൻ അല്ല ലണ്ടനായി പോലത്തെ ബ്രസീൽ വ്യൂ എന്ന് പറഞ്ഞാണ് ദ വ്യൂ എന്നാണ്. 10 euro ആണ് ഒരാളുടെ ടിക്കറ്റ്. കുട്ടികൾക്ക് പൈസ കുറവുണ്ട്. ഓൾ സിറ്റി നമുക്ക് കാണാൻ കേട്ടോ. ഇവിടെ നല്ല വ്യൂ ആണ്. വളരെ പതുക്കെ പോണം. എത്ര പേരുള്ളവർക്ക് ഇതിൽ കയറാം. അങ്ങനെ ദീപ ആദ്യമായിട്ട് ഹൈറ്റിൽ കയറിയേക്കണേ കേട്ടോ. എല്ലാവരും ക്ലാപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതാണ് ബ്രസീൽ വ്യൂ. നല്ല ലണ്ടനിൽ പോയത് തന്നെ നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട്. ഓൾ സിറ്റി നമുക്ക് കാണാം ഇതിൽ. ഇനി ഞങ്ങൾ സിറ്റിയിലെ നൈറ്റ് ലൈറ്റ് കൂടി കണ്ടിട്ട് തിരിച്ചു വരും. നാട്ടിലെ പോലെ ഇരിക്കാനുള്ള സൗകര്യമാണിത്. ഈ കലുങ്കുമ്പോൾ ഇരുന്ന് വർത്താനം പറഞ്ഞ പോലെ. പക്ഷേങ്കിൽ അത്ര നേരം ഇരിക്കാൻ പറ്റില്ല, വീതി കുറവാണ് അല്ലേ. ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം. വെജിറ്റബിൾ മാർക്കറ്റ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും സിറിയൽസ് എല്ലാം ഇങ്ങനെ ബൾക്കാക്കി വെച്ചിട്ട് നമുക്കത് തൂക്കി മേടിക്കാം. ഗുഡ് മോർണിംഗ് എവരിബഡി ഫ്രം ബെൽജിയം. സോ ഞങ്ങൾ ബെൽജിയത്തിൽ നിന്ന് ഞങ്ങൾ ഇന്ന് നെതർലൻഡിലേക്ക് ട്രാവൽ ചെയ്യാണ്. ഓൺ ദ വേയിൽ അവിടുത്തെ ഒരു സിറ്റി കാണും. എൻ്റെ ബാക്കിലേക്ക് ഇന്ന് ചെടി കണ്ട് ഐവി പോലത്തെ ഒരു ചെടിയാണ്. പക്ഷെ അത് പൂക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഐവി പൂത്ത് കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട്, എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് യാത്ര തുടരുന്നു. ഹാവ് എ നൈസ് ഡേ ടു ഓൾ ഓഫ് യു. ബൈ, ലവ് യു ഓൾ. ബെൽജിയത്തിൽ തന്നെ വേറൊരു സിറ്റിയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സിറ്റിയുടെ പേര് റൺട്രോപ്പ് എന്നാണ്. ഞങ്ങൾ ഓൺ ദ വേ ടു ആംസ്റ്റർഡാം ആണ്, നെതർലൻഡ്. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. ഇവിടെ വലിയൊരു കത്തീഡ്രലാണ് ഈ കാണുന്നത്. ഇവിടെ ബിൽഡിങ്സ് നല്ല സ്റ്റൈലാണ്. എല്ലായിടത്തും ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട്.
1564 പണിതാണ്. ഇതെന്ത് സ്റ്റോറി ഉണ്ടല്ലോ. Not a bad place to be, but you're not going to do the risks and stuff. That's one of the things we're going to do. ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് അറിയാനുള്ള കാര്യമുള്ളൂ അല്ലേ. ഇതിലൊരു സ്റ്റാച്ചു ആണിത്. പിന്നെ ഇവിടെ ഒരു ബിഗ് ബെൻ പോലെ ഒരു ക്ലോക്ക് ഉണ്ട് അവിടെ. ുള്ളൊരു ശില്പമാണിത്. ഒരു പെണ്ണ് മുകളിൽ, ഇതൊരു പെണ്ണ്, ഒരാണ്, പിന്നെ കുറേ ജലജീവികൾ, പിന്നെ ഒരു വോളി, ലിസാർഡ്, സംതിങ് ലൈക്ക് ദാറ്റ്, ഡ്രാഗൺ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. പിന്നെ ഇവിടെ ഒരാള്, ഇയാളുടെ കൈ ഇങ്ങനെ മുറിഞ്ഞു പോയിട്ടുണ്ട്. ഈ മുറിഞ്ഞ കൈയാണോ മുകളിൽ വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഏറ്റവും മുകളിൽ എൻ്റെ കയ്യിൽ സെപ്പറേറ്റ് കാണുന്നത്. പിന്നെ ഒരു ആമ, മനുഷ്യൻ്റെ കാലാണ് ഈ കാണുന്നത്. എന്തായാലും മൊത്തത്തിൽ നല്ലൊരു ശില്പമാണിത്, ആര് ചെയ്തതാണെങ്കിലും. അവിടത്തേക്ക് ഒരു പള്ളിയൊക്കെ തന്നെയുണ്ട്. എൻ്റെ അകത്തോടെ പ്രാർത്ഥിക്കുന്നതിന് ടിക്കറ്റ് വേണ്ട. ഇതിൻ്റെ അകത്ത് കയറാൻ നമുക്ക് പൈസ കൊടുക്കണം, ടിക്കറ്റ് എടുക്കണം. പക്ഷേ ഇവിടെ വരെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും പൈപ്പ് ഓർഗനുണ്ട്. എന്നിട്ട് തിരികെ എത്തിക്കാം. 12 യൂറോണ് അകത്ത് കയറാനായിട്ട്. അപ്പം അങ്ങനെ ഈ സിറ്റിയോട് ഞങ്ങൾ ബൈ പറയാണ്. ഇഷ്ടംപോലെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വലിയ പൈസ ഇല്ല സാധനങ്ങൾക്ക്. KFC ഒരു ബർഗർ 2 യൂറോ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ KFC കഴിച്ചു. ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഞങ്ങളൊരു തടാകത്തിൻ്റെ കരയിലേക്ക് പോവാണ്. ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം ഭയങ്കര സൂപ്പറാട്ടോ. ബാക്കിൽ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, എല്ലാം കുറേ കൊത്തു വർക്കും കാര്യങ്ങളും. ഈ കുതിരപ്പുറത്തിരിക്കുന്ന ആളെ കണ്ടോ, അയാൾക്ക് നല്ല ഫേസ് എക്സ്പ്രഷൻ എല്ലാം നല്ല. ഇവിടുത്തെ ഈ തടാക കരയിലെത്തി. ആൻവെർപ്പ് എന്ന് പറയുന്ന സിറ്റിയാണ് ബെൽജിയത്തിലെ. ഒരു പ്രോപ്പർ യൂറോപ്യൻ സിറ്റി പോലെ തന്നെയുണ്ട്. ബെൽജിയം ഐ തിങ്ക് സ്കാൻഡിനേവിയൻ കൺട്രിയാണെന്ന് തോന്നുന്നു. പക്ഷേ ശങ്കം ചോദിച്ചിട്ട് പോകാൻ പറ്റും. ഒരു കാര്യങ്ങൾ വിശ്വസിക്കാനുണ്ട്. സമയമെടുത്ത് വരികയാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഇതിലൊന്ന് നോക്കി ഇറങ്ങി പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇതൊരു നല്ല തടാകമാണ്. ഇതിൻ്റെ മുകളിൽ കയറിയ തടാകത്തിന് മുകളിൽ കയറാം. ഇതൊക്കെ എൻട്രി ഫ്രീ ആണ്. നമുക്ക് അവിടെ ചെന്നിട്ട് അവിടെ നിന്നുള്ള വ്യൂ കിട്ടും. പിന്നെ കുറച്ച് മുകളിലേക്ക് കയറണം കേട്ടോ, എന്നാലും നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. ഇതാണ് ബാക്കിൽ കാണുന്നതാണ് ഞങ്ങളിപ്പോൾ പോയ പള്ളി. അതിൻ്റെ മ്യൂസിക് ഇവിടെ വരെ കേൾക്കാം. ബെല്ലടിക്കുന്നതിൻ്റെ മ്യൂസിക്കിലാണ് ഇവിടെ. ഇതിവിടെയുള്ളൊരു ഫേമസ് സ്റ്റാച്ചു ആണ്. ബ്രോൺസിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒറ്റക്കല്ല്, ഒരു വലിയ കരിങ്കല്ലിൽ അത് വെച്ചിട്ട് അതിങ്ങനെ വെച്ചിരിക്കാണ്ട് സൂപ്പറാണ്. ഇവിടെ നിന്നാൽ ഈ പള്ളി മൊത്തം വ്യൂ കിട്ടും. പിന്നെ കായലിൻ്റെ പള്ളിയുടെ മണിയടി ഇവിടെയൊക്കെ കേൾക്കാവേ.
ഇത് പിന്നെ സ്റ്റെപ്പില്ലാത്തതുകൊണ്ട് ആർക്കൊണ്ടെങ്കിലും കയറാം. ഇതുപോലെ ജസ്റ്റ് സ്ലോപ്പായിട്ടിട്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ ബെൽജിയം ആൻഡ്രപ്പ് എന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് കരയിലേക്കാണ് വന്നത്. ബാക്കിൽ കാണുന്ന ആ ഒരു പള്ളിയാണ്, കത്തീഡ്രലാണ്. എൻ്റെ അകത്ത് ഇവിടുത്തെ ഒരു പ്രത്യേകത ഫുൾ ടൈം ഇവിടെ ക്ലീനിങ് ആണ്. സ്പോട്ട്ലെസ് ആണ്. ആരും ഒരു അഴുക്കൊന്നും താഴെ ഇടില്ല. മാത്രമല്ല ഈ മരത്തിൽ നിന്ന് വീഴുന്ന ഇലകളൊക്കെ അപ്പം തന്നെ അവരത് ക്ലീനാക്കും. ഇത് ഇവിടെ മാത്രമല്ല, സ്വിറ്റ്സർലൻഡും പിന്നെ ഞങ്ങൾ പോയ എല്ലാ രാജ്യത്തും ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മുടെ കേരളം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്തോരം ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യായിരുന്നു. എല്ലാവരും പറയുന്നത് വൃത്തിയില്ല എന്നുള്ളൊരു മാത്രമാണ്. പാലസിലേക്കാണ് നമ്മൾ പോകുന്നത്, സെൻറ്റ് ആൻക്കി പാലസ്. ഇതിപ്പോൾ ഇവിടെ ആരും താമസമൊന്നുമില്ല, പഴയൊരു കൊട്ടാരമാണ്. പക്ഷെ പഴയ കല്ലും എല്ലായിടത്തും കൊട്ടാരങ്ങളൊക്കെ ഒരുപോലെയൊക്കെ തന്നെയുണ്ട്. വലിയൊരു ജൈൻ്റാണല്ലോ. Aus dem 11. Jahrhundert. Echte Burgen. Eine Story. Was ist das? Papa, ich weiß ja genau, welche Burg das ist. Ja? Das ist eine echte Ritterburg. ഇതെന്ത് സ്റ്റാച്ചു, വലിയൊരു ജയൻറ്റിൻ്റെ എന്തോ കഥയാന്ന് തോന്നുന്നു. രണ്ടുപേരും താഴെ നിൽക്കുന്നുണ്ട്. ആദ്യം കണ്ട സ്റ്റാച്ചുവിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വ്യൂ ആണെന്ന് തോന്നുന്നുണ്ട്. ആൻഡ്രപ്പ് സിറ്റിയുടെ ചെറിയൊരു റെപ്ലിക്കാണ് കാണിച്ചിരിക്കുന്നത്. vehículo ഇവിടുത്തെ tan grande como സ്ട്രക്ചർ 5 നല്ല pisos. കൊള്ളാം. Siempre es un cañón para donde tiene un reactor. നമ്മൾ കണ്ട പള്ളി Sí. El árbol ese hemos visto. Das ist ein Ball. യെസ്. Wenn man da geht, kann man ഇത് സിറ്റിയുടെ മൊത്തം സിറ്റിയുടെ ഒരു റിപ്പബ്ലിക്ക ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ചർച്ച്. ഇത് മറ്റ് വേറൊരു ചർച്ചുണ്ട് ഇവിടെ. ഒരു സൈഡ് അടച്ചിട്ടുണ്ടേ ഉള്ളൂ, മറ്റേ സൈഡ് നമുക്ക് കയറായിരുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ. ട്രെയിൻ ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അതിലിരുന്നിട്ട് ചുറ്റും കാണേണ്ടവർക്ക് ഇങ്ങനെ കാണാം. നടക്കേണ്ടാത്തവർക്ക് ട്രാക്കിൽ കൂടെ ചുറ്റും മൊത്തം കൊണ്ടുകിടക്കും. പിന്നെ ഇവിടെ ഹിൽട്ടൺ വേറൊരു പഴയ ബിൽഡിങ്സ് എല്ലാം ഒരു ഹോട്ടലും അക്കോമഡേഷനും ആക്കി മാറ്റിയേക്കാണ്. ഇത് എല്ലായിടത്തും ഇങ്ങനെ ഇഷ്ടംപോലെ കോട്ടയാർട്സ് ഉണ്ട്, റെസ്റ്റ് ചെയ്യാനും. പിന്നെ എല്ലായിടത്തും മരങ്ങളും. ആക്ച്വലി നല്ലൊരു ഇതാണ്. ഈ ട്രെയിൻ ഒരുവിധം വലിപ്പമുണ്ട്, തണുപ്പടിക്കാതെ ഇതിനകത്ത് കയറി നമുക്ക് ട്രാവൽ ചെയ്യാം. അതിലിരുന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും കൊണ്ടുപോയി കാണിക്കും. ഹോപ്പ് ഓൺ ഹോപ്പ് പോലെ. ഞങ്ങൾക്ക് കാറുള്ളതുകൊണ്ട് ഞങ്ങളിപ്പോൾ അതിൽ കയറുന്നില്ല. അല്ല, അടുത്ത സ്ഥലം റോട്ടർഡാം എന്ന സ്ഥലത്തേക്ക് പോകണം.